പിന്നെ ഇന്ന് പറഞ്ഞതിൽ ഒരു കല്ലുകടി ആയി തോന്നുന്നത് എന്നുള്ളത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ അല്ലെങ്കിൽ ഇവിടെയുള്ളവരെ ED റെയ്ഡിൻ്റെ കാര്യം അറിയിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഈ ED ഉദ്യോഗസ്ഥർക്ക് തന്നെ അവരുടെ ജോലി കൃത്യമായും ചെയ്തു പോകാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നതും കേരള പോലീസ് തന്നെയാണ്. പക്ഷെ അത്തരം ഒരു കാര്യം പറഞ്ഞതിലൂടെ പിന്നെ അത് മാത്രമല്ല അതിനിടയിൽ ഒരു രാഷ്ട്രീയ കാര്യം കൂടി ഇട്ടു. ഇവർ തമ്മിലാണല്ലോ ഡീൽ. അപ്പോൾ ആ ഡീലുള്ളവരോട് അവർ ചോദിക്കട്ടെ എന്നുള്ള തരത്തിൽ ഒരു കൈ കഴുകലോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മറുപടിയിലേക്കുള്ള ഒരു ഒളിച്ചോട്ടം എന്ന നിലയ്ക്ക് ഒരു മറുപടി പറഞ്ഞ് പിന്നീട് ഒരു ഒളിച്ചോട്ടം എന്ന നിലയ്ക്കൊക്കെ ആയിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്തായാലും നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ മറ്റേ ഈ EDയുടെ ഇടപെടൽ കൊണ്ട് പേടിച്ച ആളുകൾ എന്തായാലും ഉണ്ട്. അതിപ്പോൾ കേരളത്തിലുള്ള ആളുകൾ അത്തരത്തിൽ പേടിക്കുന്നില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസ് അടക്കം പറഞ്ഞതുപോലെ സംഘപരിവാറിന് കുമ്പിടാൻ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റ് നേതാക്കളും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പേടിച്ച ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വെറുതെ ഒന്ന് പറഞ്ഞു പോയാലോ. എന്തായാലും 2014 ശേഷം അത് ഇപ്പോൾ ഒന്ന് പറഞ്ഞു ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൽ നിന്നാണ് അങ്ങോട്ട് മാറിയത്. 2015 സഞ്ജയ് സേത്ത് SP നേതാവായിരുന്നു, BJPയിലേക്ക് പോയി. സുവേന്ദു അധികാരി TMC നേതാവായിരുന്നു, അദ്ദേഹം BJPയിലേക്ക് പോയി. റാണീന്ദർ സിംഗ് കോൺഗ്രസ് നേതാവായിരുന്നു, അദ്ദേഹം BJPയിലേക്ക് പോയി. ഈ BJP എന്ന് പറയണ്ട, BJPയും NDAയിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ എന്നങ്ങ് മനസ്സിലാക്കാം. ആളുകളിലേക്ക് ഏത് പാർട്ടിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. യാമിനി ജാദവ് ശിവസേനയായിരുന്നു, ഭാവന ഗാവലി ശിവസേന നേതാവായിരുന്നു, പ്രതാപ് സർനായിക്ക് ശിവസേന നേതാവായിരുന്നു, ഹസൻ മുഷ്രിഫ് NCP നേതാവായിരുന്നു, പ്രഫുൽ പട്ടേൽ NCP നേതാവായിരുന്നു, അജിത് പവാർ NCPയിൽ നിന്ന് അങ്ങോട്ട് പോയി, താപസ് റോയ് TMC നേതാവായിരുന്നു, ഗീത കോട കോൺഗ്രസ് നിന്ന് പോയതാണ്, ബാബ സിദ്ദിഖി കോൺഗ്രസ് നേതാവായിരുന്നു, നവീൻ ജിദ്ദാൽ കോൺഗ്രസ് നേതാവായിരുന്നു, അശോക് ചവാൻ കോൺഗ്രസിൽ നിന്ന് പോയ ആളാണ്. എന്തിന് ഇവിടെയുള്ള സാബു M ജേക്കബ് വരെ ഏറ്റവും കേരളത്തിലുള്ള ഏകയുള്ള ഒരു ഉദാഹരണം എന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെ എതിർക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിനും ഈ പറയുന്നത് പോലെ ഒരു ED അന്വേഷണത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഒരു ഭീഷണിയും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെയാണ് കോൺഗ്രസ്സിലുള്ള ആളുകൾക്കെതിരെ വരുന്ന അന്വേഷണവും എന്നുള്ളതും കൂടെ നമ്മൾ എടുത്തു പറയണ്ടേ. അത് നാഷണൽ ഹെറാൾഡ് കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ്സിലെ മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനെ അടക്കം അവരെ ജയിലിൽ അടക്കുകയാണ് ചെയ്തത്. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. പക്ഷേ എന്തൊരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഒരു സർക്കാരും അത് മുഖേന ED എന്നുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അവർക്ക് അത്ര വലിയ രാഷ്ട്രീയ നീക്കം പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കിയെടുക്കുവാനും ഉള്ളതാണ്. കാരണം ജയിലടക്കുന്നതോടുകൂടി ഒരു നേതാവിൻ്റെ വലിയൊരു വിശ്വാസ്യത തന്നെ ചോർന്നു പോയൊരു ഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം അവരതിൽ ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളത് വേറെ പക്ഷം. പക്ഷേ എങ്കിലും ഈ തരത്തിൽ ഒരു വടി അങ്ങോട്ട് കൊടുത്ത് അടി മേടിക്കാനുള്ള ഒരു സാഹചര്യം ED വഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ജാഗ്രതയാണ് ഇവിടെയുള്ള ഈ കേരളത്തിലടക്കം വീണ്ടും ED റെയ്ഡ് നടത്തുമ്പോൾ ഇവിടെയുള്ള ആളുകൾ നേതാക്കൾ പുലർത്തുന്നു എന്നുള്ളതാണ് എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊന്ന് ഹേമന്ത് സോറനാണ്, JMM നേതാവ്. അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ലാൻഡ്സ്കാം കേസിലായിരുന്നു ED അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ DK ശിവകുമാർ കോൺഗ്രസിൻ്റെ കർണാടക ഡെപ്യൂട്ടി CM ആണ്. അദ്ദേഹം ഒരു മണി ലോണ്ടറിങ് കേസിലും അറസ്റ്റും അന്വേഷണവും ഒക്കെ നേരിട്ട ആളാണ്. പിന്നെ ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. പിന്നെ ഭൂപേഷ് ബാഗേലുണ്ട്. അങ്ങനെ എന്നു തുടങ്ങി ഏറെക്കുറെ ഒരു 193 കേസിൽ ആകെ 2 എണ്ണത്തിൽ മാത്രമേ കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് പ്രാഥമികമായി ഏറ്റവും ആദ്യമായി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന കാര്യം. പക്ഷെ മറ്റ് മുഴുവനായും ED സ്വീകരിച്ച എടുത്ത കേസുകളുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞ ഈ 4000-ലധികം കേസുകളെന്ന് സനീഷേട്ടൻ പറയുന്ന കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 2014 ശേഷം ഈ 25ഓളം പ്രതിപക്ഷ നേതാക്കളാണ് നിലവിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ, അതായത് ED CBI അടക്കം നേരിട്ട ശേഷം BJPയിലേക്കും NDAയിലേക്കും പോയത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ 23 പേരുടെ കേസുകളിൽ ഗണ്യമായ ഇളവും പിന്നീട് അവർക്കൊരു ക്ലീൻ ചിറ്റ് എന്ന നിലയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു EDയെ ഒരു ഉപകരണമാക്കി എടുത്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങളെ വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാനുള്ള ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു ഉപയോഗിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.